ബംഗ്ലാദേശി പൗരന്മാർ കൂടെ പിടിയിൽ. കുവൈറ്റിൽ വെച്ചാണ് ഇവർ പിടിയിലായത്. മനുഷ്യക്കടത്ത് ഇടപാടുകളും വ്യാജ സ്റ്റാമ്പ് നിർമ്മാണവും നടത്തിയ 3 പ്രവാസികൾ കുവൈറ്റിൽ പിടിയിലായിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റെസിഡൻസി ജനറൽ ഡിപ്പാർട്ട്മെന്റാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായതും. 1700 മുതൽ 1900 കുവൈറ്റ് ദിനാർ വരെ വാങ്ങി വിസ കച്ചവടം നടത്തിയെന്നാണ് മനുഷ്യക്കടത്ത് കേസിൽ 2 പേർക്കെതിരെ ഇപ്പോൾ കുറ്റം ചുമത്തിയിരിക്കുന്നത്. സ്വന്തം നാട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ തൊഴിലാളികളെ കൊണ്ടുവന്നിരിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് 2 പേരാണ് അറസ്റ്റിലായതും. സർക്കാരിന്റെ ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനത്തിന്റെ വ്യാജ സ്റ്റാമ്പുകൾ നിർമ്മിച്ചു നൽകിയെന്നതാണ് 3ാമത്തെ ആൾക്കെതിരെയുള്ള കേസ്. ഇയാളുടെ പക്കൽ നിന്ന് വൻതോതിൽ വ്യാജ സ്റ്റാമ്പുകൾ പിടിച്ചെടുത്തു. പ്രതികളെ നിയമ നടപടിക്കായി ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറിയിരിക്കുകയാണ്. അതേസമയം ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ലോകം എമ്പാടും തന്നെ ബംഗ്ലാദേശി പൗരന്മാർ അനധികൃതമായി നുഴഞ്ഞു കയറിയിരിക്കുകയാണ് എന്നതാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ജില്ലയിൽ അനധികൃതമായി തങ്ങിയ 4 ബംഗ്ലാദേശികൾ പിടിയിലായ വാർത്തകളും പുറത്തു വന്നിരുന്നു. തൃപ്പൂണിത്തറ, ഏരൂർ, മാത്തൂർ എന്ന അവിടെ നിന്നും ഒരു സ്ത്രീ അടക്കം 3 പേരെയും അങ്കമാലിയിൽ ഒരാളുമാണ് പിടിയിലായത്. ആക്രി പെറുക്കുന്ന ഇവർ കഴിഞ്ഞ നവംബറിലാണ് ഇവിടേക്ക് വരുന്നത്. അതേപോലെ തന്നെ വീട് വാടകയ്ക്കെടുത്ത് മറ്റു പേരുകളിലായിരുന്നു ഇവർ തങ്ങിയതെന്നും പോലീസ് വ്യക്തമാക്കി. ഇവർ ഇന്ത്യയിൽ എത്തിയിട്ട് എത്ര നാളായെന്ന് അറിവുണ്ടായിട്ടില്ല. അതേസമയം വ്യാജ പേരുപയോഗിച്ച് വീട് വാടകയ്ക്കെടുത്താണ് ഇവർ തങ്ങിയിരിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇവർ ഇന്ത്യയിൽ എത്തിയിട്ട് എത്ര നാളായെന്ന് അറിവായിട്ടില്ല. ഇതിൽ സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താക്കന്മാരുമാണ് ഉള്ളത്. 3 പേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അങ്കമാലിയിൽ അനധികൃതമായി തങ്ങിയ ബംഗ്ലാദേശ് സോണൽ സ്വദേശിയായ വ്യക്തിയാണ് പിടിയിലായതും. ഏജന്റിന്റെ സഹായത്തോടെ തന്നെ 2 ആധാർ കാർഡുകൾ സ്വന്തമാക്കി ഇന്ത്യക്കാരനാണ് എന്ന പേരിലാണ് കഴിഞ്ഞിരുന്നതും. 3 മാസം മുൻപാണ് യുവാവ് അങ്കമാലിയിലെത്തിയതും. കഴിഞ്ഞയാഴ്ചയും പെരുമ്പാവൂരിൽ ബംഗ്ലാദേശി യുവതിയായ തസ്ലിമയെ പോലീസ് പിടികൂടിയിരുന്നു. അതിന്റെ തുടർ അന്വേഷണമാണ് ബംഗ്ലാദേശി യുവാവിലേക്ക് എത്തിയതും. അങ്കമാലി SHO RV അരുൺകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നതും. അതേസമയം മുംബൈയിൽ നടൻ സെയ്ഫ് അലി ഖാനെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അനധികൃത ബംഗ്ലാദേശി റോഹിംഗ്യൻ കുടിയേറ്റക്കാർക്കെതിരെ നടപടികൾ കടുപ്പിക്കാൻ നിർദ്ദേശം നൽകി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന രംഗത്ത് വന്നിരുന്നു. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് കത്തെഴുതുകയും അത്തരം നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ തിരച്ചിൽ നടത്തി പ്രത്യേക ദൗത്യം ആരംഭിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഡൽഹിയിലെ ക്രിമിനൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ബംഗ്ലാദേശി റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരുടെ പങ്കാളിത്തം തള്ളിക്കളയാനാവില്ല എന്നും ഗവർണർ കത്തിൽ പറയുന്നു. അനധികൃത കുടിയേറ്റക്കാർക്ക് തൊഴിൽ, താമസം അല്ലെങ്കിൽ അഭയം നൽകുന്ന തൊഴിലുടമകൾക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.